ഇതൊക്കെ വറുത്ത് സെറ്റ് ചെയ്തെടുക്കണം. കായലിന് തൊട്ടപ്പുറത്തെ വീടാണ് ഇത്. അവിടെ ഇതാ വീടാണ്. ഓണത്തിനുള്ള സാധനങ്ങൾ എടുക്കാൻ വന്നേക്കോട്ടാ. കായക്കട കണ്ട 12 കിലോ കായ എടുത്തു. ഭയങ്കര തിരക്കാട്ടാ. നോക്കി അപ്പുറത്ത് മാർക്കറ്റ് കാര്യമായിട്ടാ പറഞ്ഞത്. ഓണത്തിനോട്ടുള്ള സാധനങ്ങളൊക്കെ ഏകദേശമായിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ കുറച്ച് നേരത്തെ വന്ന് എടുത്തട്ടാ. കാരണം എന്താ പറയുക, കണ്ടത് പട്ടം വെച്ചാൽ നോക്കിയേ. 2 ദിവസത്തെ വീഡിയോക്ക് മുമ്പ് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ഇല്ലേ പുറകിൽ ഇത് അവിടെ വെച്ചേക്കണം. എന്ത് പറയണ വില കൂടുന്നതിന് മുമ്പ് സാധനങ്ങൾ വാങ്ങിച്ചാണ്. ഫ്രിഡ്ജ് കയറ്റി വെക്കാമെന്ന് ചോദിച്ചാൽ പിന്നെ എനിക്ക് ഈ ആഴ്ച ഒരു സ്പ്ലിറ്റ് ഓഫ് ആണ്. അത് കാരണം കൊണ്ട് ടൈം കിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയ വിലക്ക് സ്വാഗതം. അമ്മ പൂക്കൾ വാങ്ങാനായിട്ട് പോയേട്ടാ. ഒരുമിച്ച് എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞ്. നല്ല ബ്ലോക്കാണ്, തറക്കാലത്തൊക്കെ നിർത്തിയേക്കാണ്. വാവ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാട്ടോ. അല്ലേ വാവേ? ഓ നമുക്ക് അപ്പം തന്നെ പോവാങ്ങണം. അതാണ് ഞാൻ ഇവിടെ നിർത്തിയേക്ക. തിരക്കൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലെത്തി കേട്ടാ. 1 വീക്ക് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എത്തി. ഇവിടെല്ലാം എന്തോ മിസ്റ്റായി കിടക്കണ പോലെ ടോട്ടലി. എന്താണെന്നറിയില്ല. ഇത് നോക്കിയാൽ മഴക്കാലത്ത് ഈ ഭിത്തിക്കും ഭയങ്കര പ്രശ്നം. കണ്ട ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ കിച്ചണും ശരിയാക്കണം. കിച്ചൻ്റെ ഈ ഭിത്തിയുടെ അവിടെ, കാരണം അവൻ്റെ മേളിലേ വാട്ടർ ടാങ്ക് ആദ്യം അവിടെ വെച്ചിരുന്നത്. അപ്പോൾ അന്ന് പണിത് ഇറക്കിയപ്പോൾ തുടങ്ങി അവിടെ എന്തോ ഇങ്ങനെ വെള്ളം കിണിച്ചിറങ്ങണ ഒരു ഇതുണ്ടായിരുന്നു. 10, 13, 14 വർഷം മുമ്പ്. ഈ വീട് 14 വർഷമായിട്ടാണ്. എന്തായാലും ചെറിയ ചെറിയ പ്ലാനുകളൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് വഴിയൊക്കെ വാങ്ങാൻ പറ്റുമെന്നൊക്കെ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഓടി പിടിപ്പിച്ചൊക്കെ എടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. നടക്കുമല്ലോ ഒന്നും അറിയില്ല, നോക്കാം. ഞങ്ങൾ എന്താ പറയുക, ഓണത്തിനുള്ള കായവർക്കലിനുള്ള 12 കിലോ കായേട്ടാ. കിലോക്ക് 40 രൂപ വെച്ചിട്ട് കിട്ടിയല്ലേ അമ്മേ? കിലോക്ക് 40 രൂപ വെച്ചിട്ട് കിട്ടി. അപ്പം അമ്മ അത് ക്ലീനാക്കി ഇനി കായ ഉണ്ടാക്കൽ അങ്ങനത്തെ പരിപാടികളാണ്. ഈ ബക്കറ്റിൽ ആദ്യം ഒന്ന് കഴുകിയൊക്കെ എടുത്ത് മഞ്ഞപ്പൊടി വെള്ളത്തിൽ കഴുകിയൊക്കെ എടുത്തിട്ടാണ് ചെയ്യണത്. കണ്ട നല്ല ബക്കറ്റാട്ടാ, പുതിയ ബക്കറ്റ്, അതിനു വേണ്ടിയൊക്കെ യൂസ് ചെയ്യണ ബക്കറ്റാണ്. അപ്പോൾ കായ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇനി ഈ പ്രാവശ്യം. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ. ഇനി വെറുതെ ഇരുന്നപ്പോഴേക്കും ഞങ്ങൾ ഇല്ലാത്ത ടൈമിൽ അമ്മ ഇതേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ ഭയങ്കര എണ്ണമയം ഉണ്ട് കേട്ടോ. ഞാനത് കുളിച്ചിട്ടില്ല, അതാണ്. അച്ചപ്പം. ഓ അയ്യോ, സ്ക്രീൻ ഇങ്ങനെ ആയി പോയേ. ഇതെങ്ങനെ ശരിയാക്കണേ? ഓ എൻ്റെ ഐഫോണേ. ഓക്കെ. ഇതേ അച്ചപ്പം, കുഴലപ്പം, അങ്ങനത്തെ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഓണത്തിന് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരാഴ്ച കൂടെ ഉണ്ടല്ലോ ഓണത്തിന്. ഇവിടെ ഭയങ്കര കളിയാട്ടാ. ബെഡൊന്നും ഞങ്ങൾ ശരിയാക്കിയിട്ടില്ല. ഞങ്ങൾ ഇന്നിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് കൂട്ടാൻ ട്രാക്കിൽ ട്രെയിനൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യുക? കളിക്കുവാണാ? കണ്ട് ഇത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവന് വാങ്ങിച്ച് ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ. ഒരെണ്ണ അത് പൊട്ടിപ്പൊളിഞ്ഞ. പക്ഷെ എന്നാലും കുറേ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്ത് ടയറൊക്കെ പോയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ചെറിയ കിച്ചണൊക്കെ വേറെ സെറ്റ് ചെയ്തിട്ട്, അടുക്കളയിൽ തന്നെ കിച്ചൺ വേറെ സെറ്റ് ചെയ്ത്, അടുപ്പ് സെറ്റ് ചെയ്ത് അമ്മ ഇവിടെ ഭയങ്കര ബിസി ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചക്ക വറുത്തത് കണ്ടാ? ചക്കയല്ല, പഴം വറുത്തത്, കായ വറുത്തത്, മാറിപ്പോയി ഗൈസ്. ചിപ്സ്, ബനാന ചിപ്സ്. അമ്മ ഇതെല്ലാം സെറ്റ് ചെയ്ത് വാങ്ങിച്ചു വെച്ചേക്കോട്ടെ. അത് ഇതൊക്കെ ഇവിടെ ഫ്രിഡ്ജിരിക്കുന്ന കാരണം കൊണ്ട് എന്താ, പക്ഷെ എന്നാലും ഇവിടെ ലീക്കേജ് ചെയ്താണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് ഞങ്ങൾക്കും പിന്നെ എൻ്റെ ചേച്ചിക്കും പിന്നെ കുറച്ച് പപ്പക്കും മമ്മിക്കൊക്കെ കൊടുക്കണം. ഇതിനൊക്കെയാണ് പ്ലാൻ. വേറെ പ്ലാനൊന്നുമില്ല. ഗ്യാസൊക്കെ ഞങ്ങൾ പുറത്തോട്ട് ഇറക്കി വെച്ചിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ബക്കറ്റ് നിറച്ചും ഇവിടെ ഉണ്ട്. ഇതൊക്കെ വറുത്ത് സെറ്റ് ചെയ്തെടുക്കണം. ഓ ചൂട് ഇങ്ങനെയാവും ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസം കുറച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടാ.
കാരണം ഓരോ ദിവസം ബിസിയാണ്. അത് മാത്രമല്ല ഓണത്തിന്റെ ഓരോ ദിവസങ്ങളിൽ. അപ്പൊ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നേക്കുക. ഭയങ്കര തിരക്കാട്ടാ. ഇവ നമ്മുടെ സ്റ്റാൻഡിന്റെ അവിടെ നിർത്തിയിട്ടേക്കാണ്. അവള് എന്തോ സാധനം വാങ്ങാൻ പോയേക്കുക. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. ഫുൾ തിരക്കായിരുന്നു. ഇങ്ങോട്ട് കേറ്റാനായിട്ട് കേട്ടാ പാട്. എനിക്ക് മാത്രം അറിയാം. മതിയടാ മരുന്നിട്ടന്നത്. എന്താണ് അവിടെ കിട്ടാന്നെ? ഇവിടെ മേലിൽ നിന്ന് എടുക്ക്. ദൈവത്തെ വഴക്കിട്ട് പോണാട്ടാ. അത് വഴക്കിട്ട് പോണത്. അങ്ങനെ പിടിച്ച് പോണത് വഴക്കിട്ട് പോണത്. അതെ അതെ വഴക്കിട്ട് പോയി കടത്. ടൈം 5 മണിയായി. എൻ്റെ വർക്ക് ഇതല്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ നോക്കണ്ട, ഞാനൊക്കെ ഫുഡൊക്കെ കഴിക്കണതൊക്കെ എല്ലാം മെസ്സായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ തലേ ദിവസമാണ്, പിള്ളേരുടെ ഓണം. ഞങ്ങൾക്ക് ഇന്ന് ഓണത്തിന് കുറച്ച് പൂക്കള മത്സരമൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് എടുത്ത ടൈമിൽ ഒന്ന് വരച്ച് സെറ്റപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാവയെ കിടന്ന് ഉറങ്ങുവാണ്. 5 മണിയല്ലേ ആയിട്ടുള്ളൂ. അമ്മ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരക്കുള്ള പരിപാടി നോക്കട്ടെടാ. അപ്പം മനു ഉണ്ട്, ഇങ്ങനെയാണ് അവൾ എണീറ്റിരിക്കുന്നത്. അതിനെ പോയി കേട്ടോ. ഞങ്ങളിത് ഔട്ട്ലൈനൊക്കെ ഇട്ട് വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇതിന്മേലാണ് റെഫറൻസ്, മൊബൈലിലാണ് റെഫറൻസ് ഉള്ളത്. അപ്പോൾ അതൊക്കെ വരച്ചിട്ട് ഏറ്റവും അവസാനം വരച്ച് കാണിച്ചു തരാം. അതുകൊണ്ട് ഇവള് പൂക്കളൊക്കെ ഇടും. ആ ടൈമിൽ അല്ല കാണിച്ചു തരാമെന്ന്. അപ്പോൾ ആ ടൈമിൽ ഞാൻ കിടന്ന് ഉറങ്ങും. അപ്പോൾ എന്നെ പിന്നെ കാണില്ല. പിന്നെ ഇവരേക്കും പൂക്കളൊക്കെ ഇടുന്നത്. അപ്പോൾ ഓക്കെ, കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ ചെറിയൊരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് ഗണപതിയുടെയും ബാക്കിയുള്ള എല്ലാം ആയിട്ട് കണ്ട. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം വരച്ച് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് നേരിതായിട്ടൊന്ന് മീനൊക്കെ കഴുകി ടൈം ഏകദേശം ചിത്രമായിട്ടാ. ടൈം മാസം ഇപ്പോൾ ഞാൻ തന്നെ കിടന്നുറങ്ങാൻ പോവാം. ബാക്കിയുള്ള പരിപാടി അമ്മയും മനുവാണ്. എന്നൊരു കാര്യം അമ്മ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞത്. അമ്മ ഇവിടെ എന്താണ് ഇതിനെ പറയണേ? അയ്യോ എന്താ പറയണത് ഈ സംഭവം? അയ്യോ ഇതിൻ്റെ പേരെന്തായിരുന്നു? വരട്ടിയാ. അതെ, ശർക്കര വരട്ടി. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്. പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇതേ വീഡിയോ എടുക്കുന്ന ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഇന്നലെ രാത്രി കുറച്ച് പൂവൊക്കെ അമ്മ പറിച്ച് വെച്ച് കുഞ്ഞായിട്ട്. പിന്നെ നമ്മളത് അവിടെ ഇരുന്നുകൊണ്ട് റോസ് ചെറുതായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇനി എന്താ പറയുക, പൂക്കളം ഇടാൻ പോവുകയാണെന്ന് പറയാം. വരച്ച ഡിസൈൻ മറ്റേ ഗണപതിയുടെ ഡിസൈൻ. അപ്പോൾ ഞങ്ങളത് ഫുള്ള് എന്താ പറയുക പൂക്കളമൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കാൻ പോവുക. ഞങ്ങളുടെ അസോസിയേഷനിൽ നിന്ന് കോമ്പറ്റീഷൻ ഉണ്ട്. ഇവിടെ അസോസിയേഷനിലൊക്കെ എപ്പോഴും ഓണപരിപാടി അത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ അസോസിയേഷനിൽ ഇന്ന് പൂക്കളം മത്സരം, പൂക്കളം കോമ്പറ്റീഷൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര കാര്യത്തിലായിരുന്നു പൂക്കളം ഇടാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാവും. ഇവിടം വരെ അപ്പം ഞങ്ങൾ ഇത്രയും പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സൈഡിലൊക്കെ ഇങ്ങനെ മനസ്സിലാവണില്ല എങ്ങനെ ചെയ്യണമെന്ന്. ഞങ്ങൾ റെഡ് കളർ റോസ് വെക്കാമെന്ന് വിചാരിച്ച് അത് കുഞ്ഞായിട്ട് കണ്ടിച്ചിട്ട് ഇനി അത് വെച്ചിട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന്. അത് കുഴപ്പമില്ലെങ്കിൽ അത് വെച്ച് പോകും, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കും. അവിടുത്തെ ട്രയാങ്കിൾ ചെറുതാക്കും, ആ ട്രയാങ്കിൾ വലുതാക്കണം. ചേട്ടൻ വന്നിരിക്കണേ വീട്ടിൽ. ചേട്ടൻ ഇന്ന് ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ചേട്ടൻ നേരത്തെ ഇങ്ങോട്ട് പോകുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും ഉണ്ടാക്കിയെടുത്ത് ഞാനും അമ്മയും കൂടി രാവിലെ തുടങ്ങിയതാണ്. ഇപ്പം സമയം എത്രയായി? 9:30 ആയിരുന്നു. ഞങ്ങൾ 7:30 തുടങ്ങിയത്. 2 മണിക്കൂർ എടുത്ത് ചെറിയ പൂക്കളം ഉണ്ടാക്കാൻ. അതിൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും, ലൈക്ക് കോമ്പറ്റീഷൻ ജയിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ബിക്കോസ് ഐ ആം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് കെയിം ഔട്ട് ആക്ച്വലി. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഒരാൾ എണീറ്റ് അവിടെ കിടക്കണില്ലേ, മിണ്ടാണ്ട് കുറേ നേരമായിരുന്നുണ്ട് മിണ്ടാണ്ട് അവിടെ കിടക്കണത്. ടക്കിട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് വാ, ചുരുണ്ട മണി അങ്ങോട്ട് പോണേ. വാ, ഇന്ന് ആദ്യകൂട്ടൻ്റെ ഓണോ, ഇന്ന് കുഞ്ഞു വാവയുടെ ഓണോ. വാ, ദേ മനു സാധനം കാണിച്ചത്. ദേ മനു പൂക്കളം ഉണ്ടാക്കണ വേണ്ട. വാ, ദേ ഡാഡ ഉറങ്ങണേ. വാ, നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം. ടക്കിട്. ആദ്യകൂട്ട വരുന്നില്ല, ഞാൻ അവനെ എടുക്കട്ടെ. മതിയോ? എങ്ങോട്ട്?
ഒന്ന് വരോ മുത്തുമണി? അത് കൂട്ട ഒന്ന് വന്നേ. ഇതെന്താണ്? എങ്ങനെയുണ്ട് പൂക്കളം? എങ്ങനെയുണ്ട്? അങ്ങനെയുണ്ടെന്നാ? കൊള്ളാമോ? അതെ പഞ്ഞ ഇറ്റ്സ് പ്രിട്ടി. പട്ടി നല്ല പ്രിട്ടി. എങ്ങനെയാണ് പറയ്? ഇറ്റ്സ് പ്രിറ്റി. ഇറ്റ്സ് പ്രിറ്റി. ചവിട്ടരുത്, അവര് വന്ന് നോക്കിയിട്ട് പോട്ടെ. നമുക്ക് സദ്യ തന്നെയല്ലേ? അപ്പൊ സദ്യ തന്നെയല്ലേ ഇന്ന്? കുഞ്ഞു പിള്ളേരുടെ ഓണമാണ്. പിന്നണ്ടേ ഇതേ അതുകൂടെ അവിടെ ഇത് ഉണ്ടാക്കി വെച്ചേക്ക് നോക്കി. ഇത് കണ്ടാ കണ്ടാ വെച്ചേക്കണ വേണ്ട? അത് കുട്ടന് വേണ്ടിയാ. ഇനി ചോറൊക്കെ ഇടാൻ പോണേ അതിനകത്ത്. അതെന്താ വേണ്ടത്തെ? എന്ത് കാണണം? പൂക്കള് കാണണോ? അവിടെ പൂക്കള് എന്താ? പൂക്കളാ? പൂക്കള് ഫോട്ടോ എടുത്തല്ലോ മനു. അതോട്ടൻ എന്ത് ചെയ്യാൻ പോണേ? എന്തൊക്കെയുണ്ട് അത് കുട്ട തിന്നാൻ? എന്തൊക്കെ? ചോറ്, ക്യാബേജ്, പുളിയിഞ്ചി, തൈരുണ്ടാ? ഇതേ ചിപ്സ്, അച്ചാറ്. അത് കുട്ടനെ എന്താ? അത് തൈരാണാ? തിന്ന് തന്നെ നിക്ക്. കൈ കൊണ്ട് തിന്ന്. സ്പൂൺ വേണോ? സ്പൂൺ വേണോന്ന്? ഇത് ഞാൻ തന്നെ വയൽക്കുന്നത് തോന്നണല്ലോ അവിടെ കുത്തമേ. ഇനി ചോറാണ്. ഇനി ഇത് കാണാൻ പറ്റുന്നില്ല. അതിന്റെ മുഖം ക്യാബേജ് ഇഷ്ടമാണോ വെച്ചിന്? ചോറ് കുറച്ചേ തിന്നുള്ളൂ. കുറച്ച് തിന്നിട്ട് ഇവിടെ ഇരിക്കണില്ലേ? ടി വി കണ്ടോണ്ടിരിക്കണ എവിടെ ഇരുന്നോണ്ട്. എന്തോ ഒരു ബേബി ഹക്ക ബേബി ബക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ചാനലിൽ എന്തോ ഒരു കാർട്ടൂൺ കണ്ടോണ്ടിരിക്കണ ഡോണറ്റിൻ്റെ ഒക്കെ. ഇതെന്ത് സാധനമാ വാവേ ടി വിയിൽ കാണണേ? എന്താ അത്? പേരെന്താ അതിന്റെ? എന്ത് സാധനമാണ്? അയ്യോ അതെന്ത് സാധനം? എന്നിട്ട് എന്താ അത്? അത് ഫ്രൈസ്. അത് ഹെലികോപ്റ്റർ. അങ്ങനെ പറക്കണ സാധനമാണോ അത്? അതെ ഇരുന്നു. നമ്മൾ പായസം വെച്ചിട്ടേ വായില്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇനി പായസം കുടിക്കണേ. അത് കുട്ടന് സീമിയ പായസം ഇഷ്ടമുള്ളത് കൊണ്ട് അവന് സീമിയ പായസം സ്പെഷ്യലി ഉണ്ടാക്കിയതാ. അതുകൊണ്ട് ഞങ്ങൾ ഇനി സീമിയ പായസം കുടിച്ച് വയറ് നിറയ്ക്കാൻ പോണേ. മര്യാദക്ക് ഇരിക്കും. വീരണേ എന്തിനാ? അത് കൂടെ വയറ് വെച്ച് തിന്നോ? തന്നെ വെച്ച് തിന്നോ? വീണില്ലേ? വീണില്ല അല്ലേ? തന്നെ വയറ് വെച്ച് തിന്നു നോക്കോ? ഓണം പ്രമാണിച്ച് തൃപ്പൂണിത്തുള്ള തിരക്ക് നോക്കി പോലീസ് വരെ നിക്കണം അവിടെയൊക്കെ. ദൈവമേ, ഇത് നമ്മള് അങ്ങനെ എത്തും അങ്ങോട്ടേക്ക്? ആൾക്കാരൊക്കെ കൊറേ പുറത്തിറങ്ങി ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. എല്ലാരും തലേദിവസത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ഷോപ്പിംഗ് ചെയ്യാൻ. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ. തക്കട് നോക്കിക്കേ, പുറത്ത് നോക്കി, തിരക്ക് നോക്കിയപ്പോ. ഉത്രാടപ്പാച്ചിൽ. ഇറ്റ് ഹാസ് എ നെയിം ഗൈസ്. ഇറ്റ് ഹാസ് എ നെയിം. ഉത്രാടപ്പാച്ചിൽ. അവനോട് ബാഗ് വീട്. പുറത്ത് തിരക്ക് നോക്കിയേ. അതുകൂടെ എങ്ങനെ പോവും ടോയ് വാങ്ങിക്കാൻ? തിരക്കുണ്ടോ? ഇവിടെ എല്ലാം ഷോപ്പാ. അതിന്റെ മേളിൽ നിന്നാ ആട്ടോ എല്ലാം പറ്റിയാ? അതെ, തിരക്ക് കുറവാട്ടോ ഇന്ന് കമ്പാരിറ്റീവ്ലി ഇതിന്റെ ഉള്ളിലല്ലേ? അതുകൂടെ അവസാന സ്ഥലം പിടിച്ചല്ലേ?
തിരക്കില് ഇല്ല, ഞങ്ങള് തുമ്പ അന്വേഷിച്ച് കുറെ നടന്നു കഴിച്ച ഒന്നും കിട്ടിയില്ല, ഒരു സാധനം കിട്ടിയില്ല. തുമ്പ എല്ലാം തീർന്നു. ഞങ്ങളാ ഇതിന്റെ ഉള്ളിൽ കയറിയ ഏറ്റവും വലിയ പ്രശ്നം ഇത്. ഇവളാണെങ്കിൽ വളക്കണം തീട്ടില്ല. എനിക്ക് കമ്മല് എന്ന് പറഞ്ഞ തുമ്പ അതെങ്ങനെ വാങ്ങൂല. അവിടെ കിടന്ന് നോക്കിക്കിരിപ്പാണ്. എല്ലാ കടയിലും പോയിട്ട് കൊള്ളൂല. ഇത് വേണ്ടി തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യാനായിട്ട് കിട്ടിയില്ല, തുമ്പ കിട്ടിയില്ല. വെറുതെ ഇതുകൊണ്ട് 50 രൂപയുടെ പൂവാണ് ഇതൊക്കെ. വേറെ അവിടെ പൂവാൻ വെച്ചിട്ടുണ്ട്. കുരുത്തോല പോലും കിട്ടിയില്ല. കുരുത്തോല ഈ സാധനം കിട്ടാൻ വേണ്ടി ഞാൻ എത്ര സ്ഥലങ്ങളിൽ അന്വേഷിച്ചെന്നറിയോ. നടന്ന് ഒരു ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയില്ല. ആദ്യക്കുട്ടൻ എണീറ്റ കാരണം കൊണ്ട് വേണ്ടേ അവന് മുടി അറപ്പ് വിളിച്ചു കഴിഞ്ഞിട്ടാ. പക്ഷെ ആദ്യക്കുട്ടൻ കെറിച്ചേറ് അനെ പാല് കുടിക്കണോന്ന് പറഞ്ഞ എണീച്ച. അയ്യോടാ അമ്മ ബാക്കിയുള്ള പൂവൊക്കെ വിതറുവാട്ടെ. എല്ലാവരും എണ്ണീറ്റ് വാവ പാല് കുടിക്കണമെന്ന് പറഞ്ഞ് എണ്ണീറ്റതാ. അവനത് കാരണം കൊണ്ട് ഭയങ്കര വാശി പിടിച്ച് എണ്ണീറ്റത്. ആ ടൈമിൽ തന്നെ ഇവിടെ അറപ്പ് വിളിക്കണ കാരണം കൊണ്ട് പിന്നെ അവനെ കൊണ്ട് കാണിച്ചാണ്. അപ്പം അവൻ വരാക്കിയിരുന്നു. പിന്നെ മറ്റേ ചവിട്ടിയൊക്കെ അവൻ ഇറിറ്റേഷൻ വന്നു. മുത്തുവാവേ ഭയങ്കര തിരക്ക്. വാവേ അമ്പലത്തിലെ ആനടാ നല്ല തിരക്കുണ്ട്. എടി ചെരുപ്പോടെ ഓടി. അമ്പലത്തില് നല്ല തിരക്കും ആവശ്യത്തിന് തിരക്കുണ്ട്. അമ്പലത്തിൽ പോയി അവിടെ കയറാൻ പറ്റില്ല. ശിവേലി കഴിഞ്ഞ് 2 ചുറ്റക്കളൊക്കെ കഴിഞ്ഞിട്ട് ഒരു അമ്പലത്തിൽ അവിടെ കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങള് ആനയെ കൊണ്ടുവന്നേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്ന് മമ്മിയുടെ അടുത്തോട്ടൊക്കെ വന്ന് പപ്പ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ആദ്യം പ്ലാൻ ചെയ്ത്. അപ്പൊ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് കാരണം അമ്മുവൊക്കെ അവിടെ വരും വൈകുന്നേരം ചേച്ചിയൊക്കെ. അപ്പൊ അവര് വരുമ്പോഴേക്കും അവിടെ നിന്ന് കഴിക്കുക. ഇപ്പൊ ഇവിടെ നിന്ന് കഴിച്ചിട്ടങ്ങ് പോവാ എന്നുള്ള ഇതാ. അപ്പൊ 2 സ്ഥലത്തും പ്രശ്നമില്ല. ഇവിടെ അടുത്ത് വന്ന് ഫുഡിലേക്കായിരിക്കും കേട്ടാ. ഓരോന്നിങ്ങനെ വിളമ്പിരിക്കുക. ഓണസദ്യ ആദ്യക്കുട്ടന് മറ്റേ ഈ സാധനം ഇതിന്റെ പേര് എപ്പോഴും ഞാൻ മറന്നു. ശർക്കര വരട്ടി ഭയങ്കര കാര്യമായി ചിപ്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാല ഇട്ടില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ആണ്. ഞങ്ങൾ മാലയൊക്കെ ഊരി ഭദ്രമാക്കി വെച്ചേക്കുക. പിള്ളേർക്ക് അതിന്റെ ആവശ്യമില്ലല്ലേ വാവേ. ചിപ്സ് ഒന്ന് വയറ് നിറക്കല്ലേ, ചോറ് കഴിക്കണം. കഴിക്കട്ടെ. കുറച്ച് ചോറ് വാ വളർന്നിരിക്കും. വീട്ടിലെത്തിയേട്ടോ. അതെ അമ്മുവൊക്കെ ആ ടൈമിൽ കറക്റ്റ് വന്നു. അപ്പൊ അവര് കാർ വർക്ക് ചെയ്യുമ്പോഴേക്കും അതേ ഒരുത്തം വെയിറ്റ് ചെയ്യണോണ്ടോ വെയിറ്റ് അമ്മു ആൻറ്റി എന്ന് പറഞ്ഞിട്ട് കാത്തോട്ടാ. ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തി. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കണം. അതാണ് സംഭവം. ഞങ്ങൾ ഇവിടെ വന്ന് സദ്യ കഴിക്കാൻ പോവാട്ടെ. അത് ആദ്യക്കൂട്ടിന് ഓരോരോ വണ്ടിക്ക് സദ്യ കൂട്ടാനെ കൊണ്ടിരിക്കുക. നോക്കിക്കോട്ടാ വണ്ടി അവന്റെ ഇത് വണ്ടിയിലാണ് അവന്. എല്ലാത്തിലും വണ്ടിനെ കൊണ്ട് മാത്രം പാപ്പം കഴിപ്പിച്ചാൽ മതിയാ. നമ്മള് കഴിക്കണ്ടേ.
ഞങ്ങള് രാവിലെ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴും പൂക്കളത്തിന്റെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ട് വെച്ചിട്ടാണ് വെച്ചേ. എന്ത് അയ്യോ ചവേ നല്ല കാര്യമൊന്നും കേട്ട് പഠിക്കൂല അല്ലേ? വണ്ടി ഉണ്ടട്ടെ. അവർക്ക് രീതിയിൽ ചോറുണ്ടോ? അതെന്താ കയ്യിലെന്താ മുത്തേ? നീ ചോറ് ഇത്ര ചോറ് കയ്യിലെടുത്തിട്ട് എല്ലാവർക്കും ചോറ് കൂട്ടി കൊടുക്കുക. അമ്മ ഇവിടെ ഇരിക്കണേ. ഒന്നും കഴിക്കാത്ത ഒരുപാട് കഴിക്കാൻ പറ്റില്ല. കൈ കൊടുത്ത ഈ വണ്ടിക്ക് കൊടുത്തില്ല, ഈ വണ്ടിക്ക് കൊടുത്തില്ല പാപ്പ. ഇത് ആദ്യമായിട്ട് വണ്ടിക്ക് പാപ്പം കൊടുക്കണ ഇടപാട്. അത് കഴിച്ചല്ലേ? അയ്യോ മുറിയ കേട്ടല്ലേ? ആ വണ്ടി കൊടുക്കാം. കൊടുക്കണോ? ആ അതെ കൊടുത്തു. കഴിച്ചു. അപ്പൊ രണ്ട് വീട്ടിലെ ഫുഡ് കഴിച്ച്, ഞങ്ങളുടെ വീട്ടിലെ ഫുഡ് കഴിച്ച് പപ്പയുടെ മമ്മിയുടെ ഫുഡ് കഴിച്ചപ്പോഴേക്കും ഞങ്ങൾ ടയർഡായി പോയി. എന്റെ വയറൊക്കെ അടക്കാൻ പോയി സീനായി. വാവയും കഴിച്ച് രണ്ടു പേർത്തുനിന്ന് ഞങ്ങളും കഴിച്ച്. ഇനി കുറച്ചു നേരം കിടക്കണം, ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. ഈ ഉണക്കോടിയൊക്കെ മാറി വീട്ടിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ഉറങ്ങണം, നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങണം. കാരണം ഇന്നലെ ഞാൻ വെറും 3.5-4 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ, മനു വെറും 2.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. അയ്യോ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും എണീറ്റ് 7 മണി 7:15 ആവാറായി. അപ്പൊ ബാക്കി നല്ല എല്ലാവർക്കും ശരിയായിരുന്നു കേട്ടോ, കാരണം ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, സുഖമായിട്ട് ഇറങ്ങി. ഞങ്ങൾ രാത്രിത്തെ ചോറ് കഴിക്കാനായിട്ട് പോവാട്ടാ. വരും അവിടെ നിന്ന് വിളമ്പുന്നുണ്ട്, അമ്മ അവിടെ നിന്ന് വിളമ്പുന്നുണ്ട്. വാവേ പപ്പം കഴിക്കാൻ പോവാണ്. അതെന്നാ നോനോനോ അതുകൊണ്ട് ആദ്യം ഇല തപ്പി എടുത്തിട്ടാ, ഇളയില് നല്ല ഇല നോക്കി അവന്ന് പോയിരുന്നു. ആ അത് മതി. അതുകൊണ്ടന്നെ ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കിയത്. അതുകൊണ്ട് വിശന്നിട്ട് അതുകൊണ്ട് ചോറ് മേടിച്ച് വാങ്ങിച്ചല്ലേ. അതുകൊണ്ട് സാമ്പാറില്ലേ മൂങ്കല് മുരിഞ്ഞാക്കൊല വിട്ട് തിന്നോട്ടാ. ഫുഡ് നല്ലോണം കഴിക്കണോട്ടാ, മൊത്തം കഴിച്ചു തീർക്കണേ. ഇങ്ങോട്ട് നോക്കിയേ, ഹായ് എന്ന് തന്നെ. ഞങ്ങൾ ബിസിയാ. നിങ്ങൾ നോക്കി വരണം, നോക്കി വരണം, നോക്കി നീ വരണം, നോക്കി വരണം, നോക്കി ചിരിച്ചേ. അതുകൊണ്ട് ഡെവലപ്പായിട്ട് നടക്കണുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുക. ഏറ്റവും അവസാനം ഇവിടെ എത്തി. ഞങ്ങൾക്കൊരു ഇന്ന് ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഞങ്ങളുടെ ആൻറ്റിയുടെ സിസ്റ്ററിൻ്റെ. അപ്പോൾ കായലിൽ തൊട്ടപ്പുറത്തെ വീടാണ് ഇത്. ഇതവിടെ ഇതാ വീടാണ് കണ്ട, ഈ വീടാണ് പുതിയ. അതുകൊണ്ട് അതിനിടയിൽ ഭയങ്കര സംഭവങ്ങളാണ്. എടി വേണ്ട, അയ്യോ കൊച്ചിന്റെ ഫ്രണ്ട് ചേർത്തല്ലേ. അപ്പൊ ഞങ്ങളുടെ ഓണം വീഡിയോ കഴിഞ്ഞേട്ടാ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ. ടാറ്റ ഇവിടെ പോവാമേ, അതുകൊണ്ട് ഇവിടെ ടാറ്റ. അപ്പൊ ഇന്ന് ചതയോ അല്ലേ അമ്മേ? അപ്പൊ ഞങ്ങള് മറ്റേ ഇവിടെ പോയി വന്ന് അപ്പൊ ഓണത്തപ്പം എടുക്കുന്ന വീഡിയോ എടുക്കണമല്ല. അപ്പൊ ഓണത്തമ്മിലൊക്കെ എടുത്ത് വെക്കുവാണ്. നോക്കി ഓണത്തപ്പനൊക്കെ പൊട്ടിച്ച് തകർത്താൻ ഇട്ടേക്കുവാണ്. എല്ലാം പൊട്ടിച്ചിട്ടേക്കാണ്. പക്ഷെ ആദ്യത്തെ 3 ദിവസം നല്ലത് അത്തക്കളമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെല്ലാം നശിപ്പിച്ച്. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് ടാറ്റ.